ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഗോലി ബജ്ജി വിത്ത് ഗ്രീൻ ടൊമാറ്റോ ചട്നി. ഉഴുന്ന് ബോണ്ട അല്ലെങ്കിൽ ഉഴുന്ന് ബജ്ജി എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചട്നി നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്നിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പച്ച തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 5 പച്ചമുളക് കൊണ്ട് തരുമ്പോൾ കുറവുള്ള പച്ചമുളകാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ പച്ചമുളക് ഒന്ന് ചുട്ടെടുക്കണം. കണ്ടോ, ഇങ്ങനെ തിരിച്ചും മറിച്ചും ചെറുതായിട്ടൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യും, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ആയിരിക്കും നമ്മളുടെ ചട്നിക്ക് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി ചട്നി റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 9 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതാണ് എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, പിന്നെ ചുട്ട് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊരു 10 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. എന്നാലും ഇടയ്ക്കൊന്ന് നോക്കണം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ചട്നിയിൽ. അപ്പോൾ ചെറിയൊരു മധുരവും പിന്നെ ഈ പച്ചത്തക്കാളിയുടെ ഒരു പുളിയും ഒക്കെ ഉള്ളൊരു ചട്നിയാണ്. അപ്പോൾ ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി തക്കാളിയുടെ ഒക്കെ എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചട്നി റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു പകുതി സവാള ഇട്ട് കൊടുക്കുക. നമ്മളുടെ ഈ മിക്സ് ഇതിലേക്ക് ഇടുക. പിന്നെ മല്ലിയില വേണമെങ്കിൽ ഒരു പിടി ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്, നല്ല പേസ്റ്റ് പോലെ. പിന്നെ ഇതിന് താളിക്കൽ പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ചട്നി റെഡിയായി. പിന്നെ നമ്മളുടെ ഉഴുന്ന് ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്നാണിത്. ഞാനിത് 3/4 കപ്പ് ഉഴുന്ന് 6 മണിക്കൂർ സോക്ക് ചെയ്തതാണ്. ഫ്രിഡ്ജിൽ തന്നെയാണ് ഞാനിത് 6 മണിക്കൂറും വെച്ചത്. അപ്പോൾ ഈ ഉഴുന്നൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉഴുന്ന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം, ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. സാധാരണ ഉഴുന്നുവടയ്ക്ക് നമ്മൾ കുറച്ച് തരിയൊക്കെ കിടക്കുമല്ലോ, ഇത് അങ്ങനെയല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ, പക്ഷെ നല്ല പേസ്റ്റ് പോലെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കൈ കൊണ്ടാണെങ്കിൽ ഒന്ന് നനച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 15 മിനിറ്റോളം എങ്കിലും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിലേക്ക് എയർ ഇൻകോർപ്പറേറ്റ് ആകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബജീസ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്തു. കുറച്ച് മാവ് എടുത്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുമ്പം അതിട്ട വഴിക്ക് തന്നെ പൊങ്ങി വന്നു. അതിനർത്ഥം മാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉഴുന്ന് വടയിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചേർക്കുന്നത്. എന്നാലും ഒരു ഉഴുന്നുവടയിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ, പിന്നെ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് 1 ടീസ്പൂൺ, നിർബന്ധമില്ല, പക്ഷെ നല്ലതാണ് ചേർക്കുന്നത്, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോരോ കുഞ്ഞ് നമ്മൾ ബോണ്ടയ്ക്കൊക്കെ ഇടുന്ന പോലെ തന്നെ ഒന്ന് കൈ നനച്ചതിന് ശേഷം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, എങ്കിൽ മാത്രമേ ഉൾവശം വേവത്തുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറമേ കളറ് മാറും, പക്ഷേ ഉൾവശം വേവില്ല. അപ്പോൾ ഇതിപ്പോൾ തന്നെ 1-2 എണ്ണം തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, ചിലപ്പോൾ തന്നെയൊക്കെ ഇങ്ങനെ തിരിയും. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഒരേ കളറിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് ഒരു 30 സെക്കൻഡ് മുമ്പ് അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് എടുത്താൽ മതി. ഇനി എണ്ണ കുടിക്കുമോ എന്ന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, പക്ഷേ ഇതൊട്ടും തന്നെ എണ്ണ കുടിക്കില്ല. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം റെഡിയാക്കി എടുക്കാം.
ഇന്നത്തെ ഉഴുന്ന് ബജി അല്ലെങ്കിൽ ഗോലി ബജി വിത്ത് ഗ്രീൻ ടൊമാറ്റോ ചട്നി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബജിയും ഈ ചട്നിയും. ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.